ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റം ചെയ്യാൻ പോവുകയാണ്. വെറൈറ്റി അല്ല, കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. മാംഗോ ഐസ്ക്രീം. ഇപ്പം മാമ്പഴമൊക്കെ ഒത്തിരി ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഒരു മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ ഇതിൽ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. പക്ഷേ ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വെറുതെ വെളിയിൽ പോയി പൈസ കളയുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഞങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ സംഭവമാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മൾ മാമ്പഴം കട്ട് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 3 സ്പൂണ് പാൽപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ ചേർക്കാൻ പോകുന്നത് വൈറ്റ് ക്രീമാണ്. പിന്നെ ഒരു പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര ചേർക്കാം. ഇപ്പം മധുരമൊക്കെ ഒത്തിരി വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. അപ്പം ഇതിപ്പം ഞാൻ വീട്ടിലെല്ലാവർക്കും കൂടി പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. സോ ഞങ്ങൾ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു മിക്സ്, മാമ്പഴം ചെത്തിയതും ഈ പാൽപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയെല്ലാം കൂടി ഇട്ടതിൻ്റെ ഒരു മിക്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് സംഭവം. ഇതിപ്പം നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയെടുക്കാൻ പോകണം. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, പാൽപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, മാങ്ങ പൊളിയതുണ്ട്. ഓക്കെ, മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഇത് ഇവിടെ മിക്സിയിൽ നമുക്കിത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പേസ്റ്റാണ് ഇതിൻ്റേത്. ഇത്രയും രീതിയിലാണ് ഇത് അരിഞ്ഞ് കിട്ടിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനിയും ഇത് നമുക്ക് ഒരു 3 അവർ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ വൈറ്റ് ക്രീമും കൂടി ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം ഒന്നും കൂടി. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ അരച്ച് വെച്ച ഈ മിക്സിനകത്തോട്ട് നമ്മളുടെ 1 കപ്പ് പാലും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്നും കൂടി കറക്കിയെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് ഇനി നമുക്ക് ഫ്രഷ് ക്രീം, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ അമൂലിൻ്റെ ഈ ഫ്രഷ് ക്രീമാണ്. ഇത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 250 ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി നമ്മുടെ മിക്സിയിലൊന്ന് നന്നായിട്ട് കറക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടൈറ്റായിട്ടുള്ള ഒരു എയർ കണ്ടെയ്നറിനകത്തോട്ട് നമുക്ക് അടച്ച് ഫ്രീസറിനകത്ത് വെക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന എയർ കണ്ടെയ്നർ ഇതാണ്. ഇതുപോലൊരു കണ്ടെയ്നർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇതിലോട്ട് ഇത് എടുത്തിട്ട് നമുക്ക് ഫ്രീസറിനുള്ളിൽ ഇത് വെക്കാം. ഇതിപ്പോൾ ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിനകത്ത് വെച്ചിട്ട് 3 അവേഴ്സിന് ശേഷം എടുത്ത് ഒന്നുകൂടി ഇത് നന്നായിട്ട് അരയ്ക്കണം. അതിനുശേഷം ഒരു 6 അവേഴ്സാണ് നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അതിനുശേഷം നമുക്കിത് നോക്കാം. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മാങ്ങ വളരെ നമ്മളുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കൂട്ടത്തെ ചെറിയ മാങ്ങയാണ് കേട്ടോ. കർപ്പൂര മാങ്ങ, പിന്നെ ഈ ഒരു ടൈപ്പ്, ഇത് നമ്മൾ ചെപ്പി തിന്നുന്ന മാങ്ങയാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാമ്പഴം വെച്ചിട്ട് ട്രൈ ചെയ്യാം. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഐസ്ക്രീമൊക്കെ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരി, അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.